CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദ് എഫ്സിയും ചെന്നൈയിൻ എഫ്സിയും ആയിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഹൈദരാബാദ് എഫ്സി വിജയിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് സജാദ് എന്ന സൂപ്പർ താരമാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒരുപാട് ഗോളടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എങ്കിലും ആർക്കും തന്നെ ഫലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശേഷം ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടിയിട്ട് 89-ാം മിനിറ്റിൽ സജാദ് എന്ന സൂപ്പർ താരം ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു. ഹൈദരാബാദ് എഫ്സിക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടിയതിനെ തുടർന്ന് ആ ഒരു ഫ്രീ കിക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നത് സജാദ് എന്ന ഈ ഒരു താരത്തിന്റെ അടുത്തായിരുന്നു. അത് നേരെ താരം നൈസായി പോസ്റ്റിലേക്ക് തട്ടിവിട്ട് ഗോൾ കണ്ടെത്തുകയും ചെയ്തു. ഇതോടുകൂടി 1-0 എന്ന സ്കോർ ബോർഡിലായി മത്സരം. ഇതിനുശേഷവും ഒരുപാട് അറ്റംപ്റ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇരു ടീമുകൾക്കും ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദ് എഫ്സിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ആയിട്ടുള്ളത് ഹൈദരാബാദ് എഫ്സിയുടെ സൂപ്പർ താരമായ മുഹമ്മദ് റാഫിക്കിന് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. 97-ാം മിനിറ്റിലായിരുന്നു ഈ ഒരു താരത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങളെല്ലാം തന്നെ മുഹമ്മദ് റാഫി എന്ന ഈ ഒരു സൂപ്പർ താരത്തിന് നഷ്ടമാവുകയും ചെയ്യും. ഇനി ഏതായാലും നമുക്ക് ഇന്നത്തെ ഹൈദരാബാദ് എഫ്സിയുടെയും ചെന്നൈയിൻ എഫ്സിയുടെയും മത്സരത്തിന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കാം. ഷോട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ്സിയുടെ ഭാഗത്ത് 13 ഷോട്ടും ഹൈദരാബാദ് എഫ്സിയുടെ ഭാഗത്തും 13 ഷോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഓൺ ടാർഗറ്റ് ഷോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് എഫ്സിയുടെ ഭാഗത്ത് 2 ഓൺ ടാർഗറ്റ് ഷോട്ടും ചെന്നൈയിൻ എഫ്സിയുടെ ഭാഗത്ത് 7 ഓൺ ടാർഗറ്റ് ഷോട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പൊസിഷന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 31% മാത്രമാണ് ഹൈദരാബാദ് എഫ്സിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി 69% ചെന്നൈയിൻ എഫ്സിയുടെ ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 54% ഹൈദരാബാദ് എഫ്സിയുടെ ഭാഗത്തും 73% ചെന്നൈയിൻ എഫ്സിയുടെ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഓവറോൾ പാസസിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ വെറും 205 പാസുകളാണ് ഹൈദരാബാദ് എഫ്സി ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചെന്നൈയിൻ എഫ്സി ആണെങ്കിൽ 430ഓളം പാസുകൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൗളുകളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് എഫ്സിയുടെ ഭാഗത്തു നിന്നും 15 ഫൗളുകളാണ് കാണാൻ സാധിക്കുന്നത്. ചെന്നൈയിൻ എഫ്സിയുടെ ഭാഗത്തും 15 ഫൗളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി റെഡ് കാർഡിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് എഫ്സിക്ക് ഒരു റെഡ് കാർഡ് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിൻ എഫ്സിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു റെഡ് കാർഡും ഒരു യെല്ലോ കാർഡ് പോലും ഇന്ന് ലഭിച്ചിട്ടില്ല. ഏതായാലും ഇന്നത്തെ ഒരു മത്സരം കഴിയുമ്പോൾ ISL പോയിന്റ് പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ വെറും 8 പോയിന്റോട് കൂടി 12ാം സ്ഥാനത്താണ് നിലവിൽ ഹൈദരാബാദ് എഫ്സി ഉള്ളത്. ചെന്നൈയിൻ എഫ്സി ആണെങ്കിൽ വെറും 18 പോയിന്റുമായി 11ാം സ്ഥാനത്തുമാണ് നിലകൊള്ളുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റേത് നോക്കുകയാണെങ്കിൽ 29 പോയിന്റോട് കൂടി പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നിലകൊള്ളുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.